അമാമൻ നബി മുസ്തഫ ഹബീബിന്റെ കണ്ണിനെ മുന്നിലെത്തിയാൽ നന്നാവും. പിന്നെ ഈ ഉമ്മത്തിന്റെ ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിന്റെ പ്രതിനിധികൾ ഉണ്ടാവും, ഓലെ മുന്നിലെത്തണം. ഈ കിതാബ് 10,000 കാണാതെ പഠിച്ചൊരു കാര്യമല്ല. വൈകുന്നേരം വരെ ദർസ് നടത്തിയിട്ട് നഫീസ് മിസ്രിയാന്റെ വീട്ടിന്റെ മുന്നിൽ പോയി ഉത്തർക്കും. ഒന്നിനുമല്ല. ഇമാം ഷാഫിഈ എന്തേ? അത് കടയിലാണ്. അതൊരു കടയിലാണ്. ഇൽമുണ്ടായിട്ട് കാര്യമില്ല, കടയണം. ഷെയ്ബാൻ റായിൻ്റെ അടുത്ത് പോയിക്കും. ആ കുട്ടികളും വിദ്യാർത്ഥികളും നാട്ടിലെ ആലിമ്യങ്ങളൊക്കെ എതിരെ ഷെയ്ബാൻ്റെ അടുത്ത് പോയി. ഷെയ്ബാൻ ആട്ടിടയനല്ലേ, ഷെയ്ബാൻ്റെ അടുത്ത് പോയിരിക്കും. ഷെയ്ബാൻ ആരിഫാണ്. ആരായിരിക്കണത്? മുത്തറസൂള്ള ലോകം കണ്ട ആലിം എന്ന് മുത്തറസൂള്ള സൂചിപ്പിച്ച് പറഞ്ഞ മനുഷ്യൻ ഇമാം ഷാഫിഈ. ഈ ഭൂഗോളത്തിന്റെ ചക്രവാളങ്ങൾ മുഴുവനും വിജ്ഞാനം നടക്കുന്ന ഒരാൾ എനിക്ക് ശേഷം വരും എന്ന് ഹബീബ റസൂൽ പറഞ്ഞ ഇത് ഇമാം ഷാഫിഈ ആണെന്ന് പറയാത്ത ഒരു ഇമാമില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ നേരത്തെ സൂചിപ്പിച്ച് പറഞ്ഞ പണ്ഡിതനാണ് ആര്? ഇമാം ഷാഫിഈ. എന്നിട്ടും കടയം വെച്ചു കൊടുക്കും. ആരെ വീട്ടിന്റെ മുന്നിൽ? നഫീസത്തുൽ മിസ്രിയയുടെ വീട്ടിന്റെ പുറത്ത് ചായ്പിണ്ട ചായ്പ് പോയി കുത്തിരിക്കും. അവര് വീട്ടിന്റെ ഉള്ളിലാണ്, മതി, കടയിലവിടെ നടക്കും. ഷെയ്ബാൻ റായിയുടെ മുന്നിൽ പോയിരിക്കും ഇമാം ഷാഫിഈ. ബാക്കിയുള്ളവരെല്ലാം ആക്ഷേപിക്കും, എന്തിനാ ആറ്റിലെ അടുത്ത് പോയിരിക്കുന്നത്? നമ്മളെ അടുത്തില്ലാത്ത ചിലതായി അക്കറി ഇതിനെ പോയിരിക്കുന്നത്. നമ്മൾ കിതാബ് പുതിയ പോലെ അവിടെ പോയിരിക്കണം. മനസ്സിലാണ്ട് പറഞ്ഞത്. അവിടെ കടയും എന്തിനെ കടയും? നെഫ്സിനെ കടഞ്ഞു കൊടുക്കും. നെഫ്സിനെ കടഞ്ഞാൽ ഇജ്ജ് നന്നാവും. വയറുള്ള നാട്ടിൽ നന്നാവും, ഇജ്ജ് നന്നാവൂല. വയറിൽ പറഞ്ഞാൽ നാട്ടിൽ നന്നാവും. വയറിൽ പറഞ്ഞാൽ നാട്ടിൽ നന്നാവും. അത് റേഡിയോ മുക്കലാണ്. ഇജ്ജ് പ്രാദേശിക വാർത്തക്കാലം വരെ കേട്ടിട്ടില്ല. മനസ്സിലായില്ല? റേഡിയോ വിൽക്കുന്ന പരിപാടിയാണ് വയറിൽ അറിയല്. അതങ്ങനെ മാർക്കറ്റിൽ പോയി ബാംഗ്ലൂരിൽ പോയി ലാട്ട് കണക്കിനും 10-100 റേഡിയോ വാങ്ങിക്കൊണ്ടിട്ട് ഈ നാട്ടിൽ കൊണ്ടു കൊടുക്കും. ഓരോ റേഡിയോ എനിക്ക് 100 രൂപ കിട്ടും. നിങ്ങളിൻ്റെ കൂടെ അല്ല. അപ്പോൾ 100 റേഡിയോ കൊണ്ട് എനിക്ക് 10,000 രൂപ കിട്ടും. അങ്ങനെ ഓരോ തവണ 100 റേഡിയോ കൊണ്ട് വിൽക്കും. നാട്ടിലുള്ളവർക്ക് വിൽക്കണമില്ല. അവർക്ക് എന്താ പണി? കേൾക്കണ പണിയാണ്. എനക്കോ കേൾക്കണ പണിയില്ല, വിൽക്കണ പണിയാണ്. നാട്ടിലെന്താ നടക്കണമെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട്? ഇത് പ്രാദേശിക വാർത്ത. ഇക്കാലം വരെ ഞാൻ നേരം വണ്ടി കയറി പോകാണ്. ഇതന്നെ വയറിൽ. നാട്ടുകാർക്ക് വയറിൽ പണി വയറിലുകൊണ്ട് ഡാമേജ് ചെയ്യലാണ്. മൂല്യർക്ക് പണി വയറിൽ പറയാണ്. മൂല്യ നന്നാവില്ല, നാട്ടിൽ നന്നായാലും. മൂല്യം നന്നാക്കണമെങ്കിലും മൂല്യർ വേറെ റേഡിയോന്റെ മുന്നേ പോയി പ്രാദേശിക വാർത്ത കേൾക്കണം. മനസ്സിലായോ? അതന്നെ. ചിന്തിക്ക്, തല കൊടുത്തിട്ട് ചിന്തിക്ക്. നമ്മൾ ഇതന്നെ നമ്മൾ വയറിലൊക്കെ അതാണ്. എല്ലാവരും വയറിനാണ് പഠിക്കണത്. എല്ലാവർക്കും വേണ്ടത് വയറിലാണ്. വയറിൽ പറയണം, IAS പഠിക്കാൻ പോകണ വരെ നിർത്തിയിട്ട് വയറിൽ പഠിക്കാൻ പോകുന്നത്. കാരണം IAS പഠിച്ചവന് മാസത്തിൽ 50,000 കിട്ടുകയാണ്. വയറിൽ പറയണം ദിവസം 50,000 കിട്ടും. അപ്പോൾ കർത്താവ് നിനക്ക് നല്ലത് വയറിലറിയാൻ പോലെ. എന്തേ അങ്ങനെയല്ലേ? അങ്ങനെയായിരുന്നു. കൊറോണക്ക് മുമ്പ് അങ്ങനെ കാലപ്പഴം കഴിഞ്ഞ് പോയിട്ടുണ്ട്. എന്തേ കഴിഞ്ഞിട്ടില്ലേ? ഇപ്പം കഴിഞ്ഞിട്ടില്ലേ? തൻ്റെ മക്കളെ മുഴുവൻ മൂല്യമാക്കാൻ തീരുമാനിച്ചത് നാട്ടുകാരപ്പോഴാണ്. ഇതിപ്പോൾ വലിയ ലാഭമുള്ള പണിയാണ്. മനസ്സിലായി? നിങ്ങൾ തല കൊടുത്തിട്ട് ചിന്തിക്കണം. തല കൊടുത്ത് ചിന്തിക്കണം. ഈ പറഞ്ഞോക്കെ അപ്പം നാട്ടുകാരോട് വയറിൽ പറഞ്ഞാൽ നാട്ടിൽ നന്നാവും. ആര് നന്നാവില്ല? മൂല്യേ നന്നാവില്ല. എന്തുകൊണ്ട്? മൂല്യേര് ഇത് സ്വന്തം നസ്സിൽ വേറൊരാളിൽ നിന്ന് കേട്ടിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇതന്നെ പ്രശ്നം. അപ്പൊ എത്ര മൂർച്ചുള്ള കത്തിയാണെങ്കിലും കടയക്കൽ നടന്നുകൊണ്ടേ ഇരിക്കണം. പണിയുണ്ടോ? കടയണം. അതെത്ര മൂർച്ച പോയതാണെങ്കിലും കടയണ ഉപകരണത്തിന് മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ അത് കടഞ്ഞ കിട്ടും. മുമ്പ് എങ്ങനെയാണ്? ചോദ്യമല്ല. ആദ്യം ഏത് വേസ്റ്റും കുഴിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കത്തിയാണ് കടയണ ഉപകരണത്തിൽ വെച്ചാൽ മൂർച്ച കിട്ടും. വ്യക്തമായ വഴികേടിലാണെങ്കിലും അവരുടെ നഫ്സിനെ നന്നായി കൊടുത്തു മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ?
യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, കടഞ്ഞു കൊടുക്കും. വയുസക്കിഹിം, അവരെ തസ്കിയത്ത് ചെയ്യും. തസ്കിയത്ത് എന്ന വാക്ക് ഇതിനു മുമ്പ് നമ്മൾ കേട്ടല്ലോ തൊട്ടപ്പുറത്ത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, സക്ക യുസക്കി. മനസ്സിലായില്ല? ഇതേ വാക്കാണ് അപ്പുറത്ത് പറയുന്നത്. യത്ലു അലൈഹിം ആയാതിഹി ഫയുസക്കിഹിം, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, അവർക്ക് ആയത്ത് ഓതി കൊടുക്കും, അവരെ തസ്കിയത്ത് ചെയ്യും. മുഹമ്മദ് മുസ്തഫ ആയത്ത് കേട്ടിട്ട് ഒരു സ്വയമല്ല, അവരെ തസ്കിയത്ത് ചെയ്യാനുള്ള കരുത്ത് ആർക്കുണ്ട്? ഹബീബ് പറേ, ഹബീബായ റസൂലുള്ളാഹിയോട് വയുസക്കിഹിം വയുസക്കിഹിം, യുസക്കിയോ യുസക്കി അഹമ്മു ഉമൂരിൽ അബ്ദി ലമ്മാ ജാഅ ഇലാ ആലമി ദുനിയാ ലിതസ്കിയത്തി നഫ്സിഹി, അവന്റെ നഫ്സിന്റെ തസ്കിയത്തിന് വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്. അപ്പൊ തസ്കിയത്ത് കിട്ടിയവൻ വിജയിച്ചു. നിസ്കരിച്ചോ ജയിച്ചോളന്നില്ല, തോറ്റു. മനസ്സിലായില്ലേ? വൈലുൽ മുസല്ലീൻ വൈലുൽ മുസല്ലീൻ, നിസ്കരിച്ചോൻ തോറ്റു. പക്ഷേ നഫ്സിനെ തസ്കിയത്ത് ചെയ്തവൻ വിജയിക്കും. നിസ്കരിച്ചോൻ തോറ്റു. നിസ്കരത്തിൽ വിജയിക്കണമെങ്കിൽ ഷർത്തുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവിടെ ഷർത്ത് വെച്ചിട്ടാണ് അഫ്ലഹ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഇതിന് ഷർത്തൊന്നുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ പ്രശ്നം പറയുള്ളൂ. നിസ്കാരത്തുമായി ബന്ധപ്പെടുത്തിയത് ഫലാഹ് പറയുന്നുണ്ട്, പക്ഷെ അവിടെ ഷർത്ത് പറയുന്നുണ്ട്. എന്ത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ ജയിച്ചു. നിസ്കരിച്ചുകൊണ്ടല്ല, നിസ്കാരത്തിൽ എന്ത് വേണം? ഖുശൂഉം കൂടി വേണം. നിസ്കാരം വേണം, ഖുശൂ വേണം. എന്നാ വിജയിച്ചു. നഫ്സിനെ പറഞ്ഞു കൊടുത്തോ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, നഫ്സിനെ ശുദ്ധിയാക്കിയവൻ ജയിച്ചു. ഞാൻ ഒരു ഷർത്തുമില്ല. ആ പണി ഇവിടെ ആർക്കെടുക്കാൻ കഴിയും? ലൈസ ബിഖാരിജി മിൻഹ, സ്വയം ശുദ്ധിയാക്കാൻ കഴിയില്ല. ഇവിടെ ആയത്ത് കണ്ടല്ലോ, അമിലല്ലേ ഇപ്പം നമ്മൾ ആയത്ത് കണ്ടത്. കമൻ മസലുഹു ഫിൽ ദുലുമാതി ലൈസ ബിഖാരിജി മിൻഹ, കമൻ ഒരാളെ പോലെയാണോ മറ്റവൻ. മസലു, അവന്റെ ഉദാഹരണം, അവൻ ഫിൽ ദുലുമാതി, അവൻ എവിടെയാണ്? ഇരുട്ടുകളിൽ കിടക്കാണ്. ലൈസ ബിഖാരിജി മിൻഹ, സ്വയം അതിന് പുറത്തു ചാടാൻ അവന് കഴിയില്ല. അവമൻ കാന മൈതൻ ഫാഹിയൈന വജഅൽനാ ലഹു നൂറൻ ഐ അൻ മുഹമ്മദൻ ഐ ശൈഖൻ. മുന്നിൽ ഒരാളെ അല്ലാഹു വെച്ചു കൊടുത്തു. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയൻ മുർശിദാ ഐ യംബഗി ലക വലിയൻ മുർശിദ്. നിനക്കൊരു വലിയ മുർശിദ് അത്യാവശ്യമാണ്. ഒമയുള്ളിൽ ഒരാൾ വഴികേടിലാവണമെന്ന് അള്ളാഹു നിശ്ചയിച്ചാൽ ഫലൻ തജിദ ലഹു വലിയൻ മുർശിദ, അവനെ നന്നാക്കുന്ന ഒരു ഉസ്താദിനെ കിട്ടൂല. ഷാർലിക്ക് എന്ത് നോമ്പ് ഉൽക്കലല്ല ചങ്ങായിമാരെ. ഇന്ന് പള്ളർച്ച് തിന്നാൽ വേറെ ദിവസം കള്ളാവ് കിട്ടിയാൽ മതി. ഇതാണ് വർത്താനം. ഇവിടെ ഇപ്പം നമ്മൾ വിഷയം കിടക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കിടക്കണത് എറാമോ അല്ലാലും അല്ല. എറാമോ അല്ലൊക്കെ പിന്നത്തെ കാര്യമല്ലേ ചങ്ങായി. അത് ജന നന്നായിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഈ മീൻ വാങ്ങി, മനസ്സിലായോ പറഞ്ഞത്? ആ മീനജിക്ക് കാട്ടം കളഞ്ഞ് എടുത്തു വെക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പം ഈ ശർത്തും പറഞ്ഞൊക്കെ ഒപ്പിച്ചാൽ നിസ്കാരം നോമ്പൊക്കെ ഈ കാട്ടം കളഞ്ഞ് വെക്കണ മീനാ. അത് കൊണ്ടുപോയി വെക്കണ പാലകമ്മ തീട്ടുണ്ടെങ്കിലോ? കാട്ടം കളഞ്ഞിട്ട് വെക്കണ പലക, ആ പലക മറയ തീട്ടാണ് എങ്കിൽ ആദ്യം നോക്കേണ്ടത് മീൻ്റെ കാട്ടോ പലകൻ്റെ തീട്ടോ. നിസ്കാരത്തിന്റെ ശർത്തും പറഞ്ഞപ്പോ നോക്കണേ, എന്റെ നഫ്സ് ഇവിടെ എന്തായി കിടക്കാണ്? പക്ക തീട്ടതിനാണ്. നമ്മൾ നിസ്കാരത്തിന്റെ ശർത്തും പറഞ്ഞു, നേരത്തെ ഫർത്തും പറഞ്ഞൊക്കെ ഒപ്പിച്ച് നിസ്കരിച്ചോ, നമുക്ക് നല്ലൊരു ഇമാമിനെ കിട്ടിയോ. നിസ്കാരം ഭയങ്കര ഓത്തോ നിസ്കാരോ നമ്മളങ്ങോട്ടും ആയിക്കോട്ടെ. എന്നിട്ട് ഈ നിസ്കരിച്ചപ്പോൾ എവിടെ വെച്ച്? എൻ്റെ നഫ്സിൻ്റെ എൻ്റെ നഫ്സ് നിറച്ചത് എന്താണേനോ ചങ്ങായി, മനസ്സിലായില്ല. ആദ്യം മീൻ്റെ കാട്ടല്ല കളയണ്ടേ, പലകന്റെ തീട്ടാണോ? സത്യല്ലേ? തലക്കൊടുക്ക്. എത്ര നിസ്കാരം നന്നായി ചെന്നാവില്ല. കാരണം നീ കാബീലിന്റെ അതേ നഫ്സാണല്ലോ.
പിന്നെ എങ്ങനെ നന്നാകാനാണ്? ഞങ്ങനെ നന്നാകല എങ്ങനെ നന്നാവില്ല മൂല്യരെ? ഞങ്ങൾ ദുനിയാവിൽ 12 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ കിതാബുദ്ദീനും കാര്യമല്ല നന്നാവില്ല. നന്നാകണവൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കണം, എന്നിട്ട് അതിന് ഭയപ്പെടണം. അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ ഒരു ചരിത്രം 2, 3, 4 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളുടെ ഒരു ശിഷ്യൻ 30 കൊല്ലം അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്തിരുന്ന ഒരു ശിഷ്യൻ ഒരു ദിവസം പറഞ്ഞു, അയാൾ മിസ്റിലെ ഖാദിയായിരുന്നു, വലിയ ഖാദിയാണ്. അപ്പോൾ ഖാദിയായ ഈ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു ഷെയ്ഖിനോട്, അബൂ യസീദ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് 10-30 കൊല്ലമായി നിങ്ങളെ മജ്‌ലിസിൽ വരുന്നു, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല, ഒരു നേട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്ന ഒരു വഴി നിങ്ങൾ പറഞ്ഞു തരുന്നു. പറഞ്ഞു തരാം, പക്ഷെ ചെയ്യൂല. അന്നെ ഒരു ദിവസം ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ ഔലിയ പാപ്പയാക്കി തരാം, ഇന്നാക്കി തരാം, പക്ഷെ ചെയ്യൂല. ചെയ്യുന്നു നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? ചെയ്യൂല. അത് ഞാൻ ചെയ്യുന്നു. എന്താണ് നിങ്ങൾ പറഞ്ഞാൽ മതിയാണ്. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, എന്നാ ആദ്യം എൻ്റെ താടി പഠിക്കുക. വലിയ മിസ്റിലെ വലിയ ഖാദിയല്ലേ, അപ്പം പുക്കിളിൻ്റെ അവിടേക്ക് എത്തണ എന്തുണ്ട്, എനിക്ക് തേനീച്ച കൂടുതലത്തെ താടിയുണ്ട്, അത് ആദ്യം പഠിക്കുക. ഇത് ക്ലീൻ ഷേവാക്കുക. പിന്നെ എന്താ എനിക്ക് വേണ്ടത്? പിന്നെ എൻ്റെ ആ തലയെ കെട്ടും നീളം കുപ്പായൊക്കെ കഴിച്ച് വെക്കുക. പിന്നെ ചെറിയ ചാക്ക് തുന്നയിച്ചിട്ട് അത് കഴുത്തിൽ കെട്ടുക. എന്നിട്ട് കഴുത്തിൽ എന്തും കെട്ടുക. ആ കരിമ്പടം കെട്ടിയിട്ട് ഈ മുട്ട അടിച്ച് ഈ താടിയും തലയും കെട്ടൊക്കെ കളഞ്ഞിട്ട് നീ ഈ ഖാദിയായ മഹലിലെ സൂക്കിൽ പോവുക, അങ്ങാടി പോയി ഇറങ്ങുക. അവിടെ എങ്ങനെ നടന്ന ആളാണ്? വലിയ നീളം കുപ്പായോ, അതിൻ്റെ മേലെ ഒരു വലിയ, അതിൻ്റെ മേലെ മറ്റേ ഈ തൃശ്ശൂരിൽ മരക്കാളിനെ കൊണ്ടു നടക്കുമ്പോഴത്തെ കുറേ സാധനങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ചൊച്ചാളുകൾ. മനസ്സിലല്ല? ഈ തൃശ്ശൂരിലെ പൂരത്തിന് മരക്കാളിനെ കൊണ്ടു നടക്കും. ആ മരക്കാലിൻ്റെ മേലെ പച്ച, ചുവപ്പ് അതൊക്കെ അങ്ങനെ വിരിച്ചിടും ആദ്യം. ഇതൊക്കെ വിരിക്കൽ നല്ലതാണ്, പക്ഷെ എൻ്റെ നെഫ്സിനെ തീട്ടം കഴിക്കണം. എൻ്റെ നെഫ്സിനെ തീട്ടം കഴിക്കാതെ ഇത് കൊണ്ടുവന്നാൽ നാട്ടിലെ പാത്തുമാൻ്റെയും ഖദീജാൻ്റെയും മുന്നിൽ ആളാകാൻ എനിക്ക് എടുക്കുള്ളൂ, അള്ളാൻ തിരച്ചിക്കൊള്ളില്ല. നാട്ടുകാർ പറയും വളം മൂല്യം കണ്ടാൽ തന്നെ വീഡിയോ എന്നെ കണ്ട പാത്തുമാക്ക് പിടിയോ മുങ്കറിനക്കിറൻ്റെ ഊരെപ്പിട്ടിക്ക് ചവിട്ടും. നമുക്ക് എത്ര കാലം ആ കിതാബ് വെച്ച് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടാണ് റേഡിയം വിറ്റും. ഒരു പ്രാദേശിക വാർത്ത ഇങ്ങനെ എനിക്കൊന്ന് കേട്ടുകൂടായിനോ? തല കൊടുത്തിട്ടുണ്ട്. ആർക്ക് പ്രശ്നം? എനിക്ക് പ്രശ്നം. എനിക്ക് ഞാൻ നന്നാണെങ്കിൽ നമുക്ക് നന്നാക്കി തരട്ടെ. നമ്മൾ ആദ്യം മനസ്സിലായിക്കോളും നമ്മൾ നന്നായിട്ടില്ല. നമ്മൾ നമ്മൾ വലിയവരാണ്, നമ്മൾ വലിയ ഇതൊക്കെ തനി വിഡ്ഢികളും പിശാചുക്കൾ തലയെ കയറി നടക്കുന്ന ഒരു നിരങ്ങിയിട്ട് പറയുന്ന വർത്താനമാണ്. അതൊന്നും മോമിനിയങ്ങൾ പറഞ്ഞ വർത്താനം തന്നെയല്ല. ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ വലിയ കൂട്ടരാണ്. ഇതൊക്കെ വിഡ്ഢികൾ, പമ്പര വിഡ്ഢികളുടെ നേതാക്കൾ പറഞ്ഞ വർത്താനം. ഇനി ചെവിച്ചു കൊടുക്കരുത്. ഇതൊക്കെ വിഡ്ഢികൾ വർത്താനം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊന്നുമല്ല, നമ്മൾ നെഫ്സ് ദസ്സിൽപ്പെട്ടു പോയതാണ്. നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞിട്ട്. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചു. എന്നിട്ട് ഈ ചാക്ക് പുതച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാം? കുറച്ച് ഒരു കീസ് എൻ്റെ ഇവിടെ കെട്ടി തൂക്കുക. ഖാദിയാർ പാപ്പയായ മിസ്റിലെ ഇന്നാരിന്ന നാട്ടിലെ ഖാദിയായ നീ അവിടുത്തെ സൂക്കിൽ പോയി ഈ കോലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാട്ടുതീ പോലെ നാടാകെ പരക്കും. അപ്പൊ കുട്ടികളൊക്കെ പാഞ്ഞു എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ വിളിച്ചു പറയണം, ഇന്നെ പുറത്ത് തല്ലാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരി, ഞാൻ അവർക്ക് ഈ ഇതില് അണ്ടി, പിന്നെ ലൗസ്, അത് ഇത് അണ്ടിപ്പരിപ്പ് ഒക്കെ ഉണ്ട്. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, മുട്ടായി ഉണ്ട്. കുട്ടികളെ എന്റെ പുറത്ത് തല്ലിക്കോളി കുട്ടികളെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന് എടുത്തു തരാം എന്ന് പറയാ. എന്നിട്ട് ഒരൊറ്റ ചാല അങ്ങോട്ടും കൂടി നടക്കുക. പിന്നെ ലൗഹക്ക് നോക്കിയാൽ എനിക്ക് ലൗഹ് കാണാം, ആകാശം എനിക്ക് തടസ്സാവില്ല. അപ്പോൾ ഖാദി പറഞ്ഞു, ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന പണിയാണോ? നിങ്ങൾ വല്ല ദിക്റും പറയുന്ന ഞാൻ വിചാരിച്ചാണ് പോടാറ്, പണിയൊക്കെ പോടാറ്. എൻ്റെ വിചാരിച്ചു കരുത്. അപ്പോൾ എൻ്റെ ഈച്ചാബൻ്റെ ഈ ഖാദി അറിയിച്ചാബൻ്റെ കിബർ. ഇത് അയാളെ കുറ്റം പറയുന്നത് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ ഷെയ്ഖ് ഇയാളെ നന്നാക്കും, ദിവസവും കഴിയും.
എന്ത് കളയണം? പിന്നെ ആ നാട്ടിൽ മൂപ്പർക്ക് കാലിപ്പണി കിട്ടൂല, അന്ന് പിരിച്ചുവിടും. ഒന്ന് ഇനി വേറെ മാലിനും കാലിപ്പണി കിട്ടൂല. അപ്പൊ മൂപ്പർക്ക് ബോധ്യപ്പെടും റസാഖ് ആരാണ്? റബ്ബാണ്. ഒരുപാട് ഈമാൻ നമുക്ക് കൂടും. പിന്നെ നാട്ടുകാർ മുഴുവനും കാണുമ്പോഴൊക്കെ പറയും നീ പിന്നെ ആ പഴയ തലയെക്കെട്ട് അയാൾ കെട്ടിയവരെ എന്ത് പറയും നാട്ടുകാർ? യഥാർത്ഥ പോലെ നമ്മൾ കണ്ടതാ. അപ്പൊ നീ നിന്യനാവും. നീ അസിൽ അബുദാണ്, അബുദ് നിന്യനാണ് പറഞ്ഞല്ലോ. അതെ 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 അതെ. എന്തിനാണ് പിന്നെ തൂപ്പുപണി ചെയ്തത്? കിബിർ പോകാന്. കിബിറില്ല, എന്നിട്ടും കളയാണ്. നാട്ടുകാർ ഒരു കാലത്തും ഞാൻ അംഗീകരിക്കാനല്ല. അപ്പൊ നീ നിന്ദനാവും. നിന്ദനം എവിടേക്ക് മടങ്ങി? നിന്ദനായ എവിടെ എത്തി? അബുദായി. അബുദ് നിന്ദനാണല്ലോ. അപ്പൊ ഞാനൊക്കെ കിബിറിന് ചാൻസേ ഇല്ല. ഇനി വലിയൊരു സമ്മേളനത്തിൽ എന്നെ വിളിച്ചാൽ തന്നെ മുന്നിലൊക്കെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരുത്തം വന്നാൽ എന്നോട് നീ ബാക്കി കിട്ടും. മൂപ്പരപ്പം നമുക്കറിയില്ല, നിങ്ങൾ പഠിക്കും മന്നാളെ ഈ കാലത്തേക്ക് ബാക്ക് കിട്ടും. ആരും എതിരും പറയില്ല. എന്തുകൊണ്ട്? അപ്പൊ ആ മാലിന്യ തന്നെ പറയും ആനം കേട്ട് മൂപ്പര അന്ന് നടന്നുകൊണ്ടാണ് ഇതൊക്കെ ആയത്. നമുക്കൊന്നും പറയാനും പേജ സത്യല്ലേ? അപ്പൊ മൂപ്പരും ആനം കിട്ടും. മൂപ്പര് മാലിന്യ തന്നെ പിന്നെ സമ്മേളനത്തിനൊന്നും മുന്നിൽ പോയി കുത്തിരിക്കൂല. എന്തുകൊണ്ട്? എന്തെങ്കിലും നേരം വിളിച്ച് പറഞ്ഞാൽ അതും കേൾക്കേണ്ടി വരും. ഈ ജാതി മനസ്സിനാണല്ലോ നമുക്ക് കാലിയെ കിട്ടി. ദലീലാണ്. അവിടുത്തെ മദ്രസ മാലിമിൻ്റെ അടുത്തേക്ക് മന്ത്രിച്ചൂതാൻ പറഞ്ഞാൽ ഇയാളെ കൊടുത്തേക്കൂല. ഇയാളെ നമ്മളെ കുട്ടികളൊക്കെ അന്ന് പെരുന്തല്ല് വെച്ചാൽ അപ്പം എൻ്റെ എന്ത് പോയി? കിബറാണ് പോയി. ഒന്നിനും പറ്റാത്ത അമുക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പം അള്ളാഹ് എന്നെ അന്ന് സ്വീകരിക്കും. ജിബിലീസല്ല. അപ്പം എൻ്റെ നെഫ്സിൻ്റെ തീട്ടൊക്കെ പോയി. ഇനി ഏത് മീനും കാട്ടങ്ങൾക്ക് അയിമക്ക് എടുത്തു വെക്കാം. മനസ്സിലായ നിങ്ങൾക്ക്? അന്നെ നമ്മളിപ്പോൾ ഇതുവരെ നിസ്കാരിച്ചിപ്പോൾ നോൻപൊക്കെ നോറ്റി ബിഷാറായി ചേർക്കല്ലേ. ഇതാ പറഞ്ഞ മാതിരിയൊക്കെ നല്ല എന്താ പറയുക ഈത്തപ്പഴം മറ്റൊക്കെ കൊണ്ട് നോമ്പോറ്റ് വല്ല തിന്നിട്ടില്ല, ഒന്നുമില്ല. നല്ല ഉഷാറായിട്ട് ഇറക്കാം. അപ്പം ഇത് മീനിൻ്റെ കാട്ടം കളഞ്ഞു. പക്ഷെ വെച്ചത് കൊടുക്കാം തീട്ടത്തിൻ്റെ പലകയാണ്. അയമൂട്ടി അബ്ദുറഹ്മാൻ റഹ്മത്തുള്ള ഇതൊക്കെ തീട്ടത്തിൻ്റെ പലകകളാണ്. ഞാൻ തീട്ട പലക കേൾക്കണം. അതിന് ആരത്തൊക്കെ എത്തണം. സ്വയമായി ഇരുട്ടെന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. അല്ലെങ്കിൽ വഹി വേണം. അത് അമ്പിയാക്കൾ കിട്ടി. പിന്നെ അമ്പിയാക്കൾ എത്തിപ്പാട് ചെയ്യണം. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഏതാണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറ. അപ്പോൾ ഒരു വലിയ അവർ പടച്ചവന് വേണ്ടി പണിയെടുക്കണവര്. ചെറിയ വിഷയമല്ല ഈ പറഞ്ഞ, ഭയങ്കര വിഷയം. അപ്പൊ നമ്മൾ ഇത് ഇമാം ഗസാലി തങ്ങൾ പറയാണ്, നിനക്ക് ഈ ഏറ്റവും വലിയ അപകടകാരിയിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ റമളാനിൽ കൊലപാതകം നടത്തുന്നവരെയും റമളാനിൽ മോഷ്ടിക്കുന്നവരെയും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. മനസ്സിലായില്ല? അപ്പൊ യഥാർത്ഥ കൊലപാതകി ആരല്ല? പിശാചല്ല. ഒന്നാം കൊലപാതകം വരെ ആരാണ് ചെയ്യുന്നത്? നഫ്സ്. പലരും ചോദിക്കുന്ന അംശമാണ്, റമളാൻ മാസത്തിൽ ആരെ കിട്ടണില്ലേ? ശൈത്താനെ കിട്ടണില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ഈ തിന്മൊക്കെ ഉണ്ടാകുന്നത്? നിന്നെ കിട്ടണില്ല, ആരേ കിട്ടണുള്ളൂ? ശൈത്താനെ. അത് അള്ളാന്റെ റഹ്മത്താണ്. മനസ്സിലായില്ല? ഉദാഹരണം പറയാം. നമ്മളെ കുട്ടികൾ, നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു മുറി, ഒരു ഓഫീസ് മുറി, ആ കുട്ടികളെ കളിച്ച് മൂത്രമൊഴിച്ച് അവിടെ വലിച്ചെറിഞ്ഞ് തിന്നതിൻ്റെ ബാക്കി അവിടെ എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറുകൂടി തല്ലുകൂടി വൃത്തികേടാക്കിയിട്ടു. അപ്പോഴാണ് വീട്ടിലേക്ക് പിന്നെ പള്ളിയിലെ ഉസ്താദോ അല്ലെങ്കിൽ ഇന്നാലിൻ്റെ സയ്യിദോ ആരെങ്കിലും ഒരു വിശിഷ്ടാതിഥിയോ വരുന്നുണ്ട് എന്ന വിവരം ഉമ്മാക്ക് നേരത്തെ പിന്നെ ബാപ്പ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ ആരെയും കൊണ്ട് വീട്ടിൽ കയറുന്നുണ്ട് കേട്ടോ, പിന്നെ മുറിയൊക്കെ നടച്ചു വേഗം വൃത്തിയാക്കി ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് എത്തും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ അടിച്ചു വാരാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഉമ്മ എന്താദ്യം ചെയ്യാം? മൂത്ത കുട്ടിനോട് പറയും, എന്ത് ആ കുട്ടികളെയും കൊണ്ട്
താത്താനോട് തന്നെ പോയിക്കാം. മനസ്സിലായില്ല? ഇത്താത്തന്നെ പേരുണ്ട് അപ്പുറത്ത്. അല്ലെങ്കിൽ കുഞ്ഞാമിന് താത്താൻ്റെ പേരേക്കൊന്ന് പോയിക്കോളി, അവിടെ കുറച്ച് കുത്തനെ കളിച്ചോളി. എന്നിട്ട് ഞാൻ വിളിക്കട്ടോ, എപ്പോഴാണ് വരണേ വിളിക്കാം. എന്തിനമ്മ ചെയ്യുന്നത്? അടിച്ചു വരുന്ന മുമ്പ് ആദ്യം എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ആ കുട്ടികളെ മൂത്ത മാളയും എടുത്ത് നേരെ കുഞ്ഞാമിൻ താത്താൻ്റെ പേരേക്കാണ് പറഞ്ഞേക്കും. ഇവർ പോയാലേ ഇവിടെ എന്തുള്ളൂ, വൃത്തിയാക്കിയിട്ട് കാര്യമുള്ളൂ. കാരണം ഒരു തിരക്കുന്ന വൃത്തിയാക്കുമ്പോൾ മറ്റേ തിരക്കുന്ന പിന്നെ ഇവര്. അപ്പൊ ഇത് വൃത്തിയാക്കാൻ പറ്റിയ അവസരത്തെ സൃഷ്ടിച്ചതാണ് ഈ കുട്ടികളെ പുറത്താക്കിയത്. അപ്പോൾ നിനക്ക് നന്നാകാൻ പടച്ചോൻ സൃഷ്ടിച്ച ഒരു അവസരമാണ്. റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ശൈത്താനെ കെട്ടി തന്നു, ഇത് വൃത്തിയാക്കാൻ ആൾ വരൂല, ഒരു മാസം നന്നാക്കിക്കോ. നമ്മൾ ശൈത്താനെ കെട്ടി എന്ന് വിചാരിച്ചപ്പോ നമ്മൾ ശൈത്താനെ കെട്ടിയത് നമുക്ക് ഇതാണ് ശൈത്താനേക്കാൾ 70 ശൈത്താനേക്കാളും അപകടമാണ്. ലോജിക്ക് മനസ്സിലായില്ലേ? മനസ്സിലാണ്ട് പറഞ്ഞത്. മൂത്ത മകൾ പറഞ്ഞു, ഉമ്മച്ചി നിങ്ങൾ അടിച്ചോരി, ഞാൻ കുട്ടികളെ കൊണ്ട് പോകാം. അപ്പോൾ ഉമ്മച്ചിക്ക് മകള് ചെയ്തു കൊടുത്ത റഹ്മത്താണ് എന്ത്? കുട്ടികളെയും കൊണ്ട് അടുത്ത വീട്ടുകൾ പോയി. മുഅ്മിനീങ്ങളെ രക്ഷിതാവായ റബ്ബ്, മൗലയായ റബ്ബ് ചെയ്തെന്ന അനുഗ്രഹമാണ് എന്ത്? നിങ്ങൾ നന്നാണൊരു നന്നായിക്കൊള്ളട്ടോ, മറ്റോരെ ഞാൻ ശരിയാക്കി തരാം. പിടിച്ച കിട്ടി, ഞോല് വരില്ല, നിങ്ങൾ നന്നായിക്കൊള്ളി. നമ്മൾ നന്നാവൂല. എന്തുകൊണ്ട്? നമ്മൾ നന്നാകാത്ത എന്തുകൊണ്ടാ? നമ്മൾ നന്നാകാത്ത എന്താ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. നമ്മൾ നന്നാകാത്ത എന്തുകൊണ്ടാ? നമ്മൾ നല്ലവരാണ്, ശൈത്താൻ മാത്രം പ്രശ്നം എന്നാണ് അമുക്കായ നമ്മൾ മനസ്സിലാക്കിയത്. സയ്യിദുൽ അഹംഖ, ദുനിയാവിലെ ഏറ്റവും വലിയ അഹംഖ നേതാവ് തന്നെയാണ്, ഞാനാണ്. അനുയായി പറഞ്ഞ അനുയായിയാണ്, നേതാവ് പറഞ്ഞ നേതാവാണ്, സ്റ്റേജ് മക്കാര്യം പറഞ്ഞ ഓനാണ്, സ്റ്റേജ് മുൻപ് അള്ളാഹൻ പറഞ്ഞ ഓനാണ്. ആ ഭൂഗോളം കണ്ട ഏറ്റവും വലിയ നമുക്ക് എന്തില്ലാത്ത കാലത്തോളം, നഫ്സിനെ ശുദ്ധീകരിക്കാത്ത കാലത്തോളം. നഫ്സിനെ ശുദ്ധീകരിച്ചാലോ കിബറിന്റെ വർത്താനം പറയില്ല. പോത്തിന്റെ ബുദ്ധി ഉണ്ടായത് മനസ്സിലാവില്ല. പോത്തിന്റെ ബുദ്ധി നേതാവിനുണ്ടാവും, അനുയായിക്കുണ്ടാവും, വയലിനുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. താഴെയുള്ളവന് പോത്തിന്റെ ബുദ്ധി കുറയും, കാരണം എല്ലാവരും അവനെ പോത്തേന്ന് വിളിക്കും. അപ്പോൾ അവന് പോത്തിന്റെ ബുദ്ധി കുറയും. നേതാവിനെ എല്ലാവരും നേതാവേന്ന് വിളിക്കുക, മൂപ്പര് പോത്താവി വരും, മൂപ്പര് അറിയില്ല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാവരും ഒരാളെ കൈതേന്ന് വിളിക്കുമ്പോൾ ഓന് ബോധം ഉണ്ടാവുമല്ലോ, ഞാൻ ആരാണ്, കൈതയാണ്, അതൊരു ബോധമല്ലേ. മറ്റൊരു മാനവർകളെന്ന് പറയുന്നത് മൂപ്പര് കൈതയിരിക്കും. അപ്പോൾ മൂപ്പര് എന്താ വിചാരിക്കണത്? ഞാൻ മാനാണെന്നാണ്. മൂപ്പര് ഹോസിൽ ആരുമാണ്, മൂപ്പരാരാണ്, മൂപ്പര് കൈതയാണ്. എടാ, നമ്മളെന്ന് എല്ലാവരും കൈതേന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടല്ലോ, എന്ത് നമ്മളാരാണ്, ആൾറെഡി കൈതയാണ്. ഇനി നമുക്ക് നന്നായാൽ മതി. അതേ സമയത്ത് നേതാവിന് ബോധം ഉണ്ടാവില്ല, ബയൽ പറയുന്ന ആൾക്കാർ ബോധം ഉണ്ടാവില്ല, സ്റ്റേജിന്റെ മുന്നിൽ പ്രഖ്യാപനം നടത്തുന്നവർക്ക് ബോധം ഉണ്ടാവില്ല. ഓല് വിചാരിക്കും ഞാൻ മാനാണെന്നാ, ഓല അസ്ല് കൈതേക്കും. എന്ത് കൈതകളെ? കാരണം മദ്സൂസത്തായ നഫ്സ്. وما سواها فألهمها فجورها وتقواها قد أفلح من زكاها. انت زكيتني على كترم ومن يضلل فلن تجد له وليا مرشدا. ഇത് നന്നാകണമെന്ന് പക്ഷം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ നിനക്ക് കിട്ടൂല. അപ്പം നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ ആളുകൾക്ക് അങ്ങനത്തെ ഒരാളെ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? രണ്ട് കാരണം. അങ്ങനത്തെ ഒരാളെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി. ഈ നിസ്കരിച്ച് പോകുമ്പോൾ തന്നെ പോയാൽ മതി എന്നാണ് മനസ്സിലാക്കി. 1, 2 നമ്മളൊക്കെ നല്ലവരാണെന്നും മനസ്സിലാക്കി. നമ്മൾ നല്ല കൂട്ടരുമാണ്, നല്ല പാർട്ടിയാണ്. നമ്മൾ ഇവിടെ തന്നെ ഒരു കൊടിയും പിടിച്ച് പോകുന്നുണ്ട്. ആ കൊടിയും കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോയി, സ്വർഗത്തിലെ ഗേറ്റ് ആ കൊടിയും കൊണ്ട് തന്നാൽ തുറന്നാൽ തരുന്ന നമ്മൾ വിചാരിച്ച് മന്ദൂസുകൾ. നല്ല ബുദ്ധിയോടുകൂടെ ചിന്തിക്കണം. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ വഞ്ചിതരായ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. പിശാച് പോലും നമ്മളെ തലയിക്കിടുക. ജനങ്ങളെല്ലാവരും അങ്ങോട്ട് വളയും, പിശാചിനെ വളയും. ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വഅദ്തുകും ഫഅഖ്ലഫ്തുകും വഅദ്തുകും ഫഅഖ്ലഫ്തുകും. അവിടെ പറയുന്നൊരായത്തുണ്ട്, വഅദ്തുകും ഫഅഖ്ലഫ്തുകും.
വഅദ്തുക്കും ഫഅഖ്ലഫ്തുക്കും അവിടെ പറയുന്ന ആയത്തുണ്ട്. ഇല്ല അൻ ദഅഉതുക്കും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. എവിടെ ഉണ്ട് മോനെ ആയത്ത് അറിയോ? ഇല്ല അൻ ദഅഉതുക്കും ഫസ്തജബ്തും ലീ. ഇബ്രാഹിമ നോക്ക് നോക്ക് നോക്ക്, ഭയങ്കര അവിടേക്ക് അവിടെ നമ്മൾ തിരിയും. ഇപ്പം തിരിയാത്തവൻ അവിടെ തിരിയും. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ. വഖാല ശൈത്താൻ ലമ്മാ ഖുദിയൽ ഹഖ്. മാശറിൽ വിധി കൽപ്പനയൊക്കെ കഴിഞ്ഞപ്പോൾ പിശാച് പറയും, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്. അല്ലാഹു തആല പറഞ്ഞതെല്ലാം സത്യമായ കരാറുകളാണ്. ആ കരാറെല്ലാം അവൻ പാലിച്ചു. വഅദ്തുക്കും ഫഅഖ്ലഫ്തുക്കും, ഞാൻ നിങ്ങൾക്ക് ചില തെറ്റായ കരാറുകൾ തന്നിരുന്നു, അത് ഞാൻ ലംഘിച്ചു. എന്നാൽ വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താനിൻ, എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങളുടെ മേലൊരു അധികാരവും ഒമാക്കാനലി എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്ത കാലത്തും ഒമാക്കാനല്ലി എനിക്കുണ്ടായിരുന്നില്ല അലൈക്കും നിങ്ങളുടെ മേൽ മിൻ സുൽത്താനിൻ ഒരധികാരവും. അപ്പം ശൈത്താൻ നമ്മളെ മേൽ ഇന്ന് എന്തില്ല? അധികാരമില്ല. ഇല്ലാണ്ടാവത്തും നിങ്ങളെ പ്രേരിപ്പിച്ചു, ക്ഷണിച്ചു. ഫസ്തജബ്തും ലീ, നിങ്ങളായി ഉത്തരം തന്നതാണ്. ഫലാതലുമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. ഒലൂമു അൻഫുസക്കും, നിങ്ങൾ ആക്ഷേപിക്കേണ്ടത് നിങ്ങളുടെ നെഫ്സിനെ. പ്രശ്നം എല്ലായിടത്തും ഒറ്റ കുറ്റവാളിയാണല്ലോ കാണുന്നത്. ആരാ കുറ്റവാളി? നെഫ്സ്. എന്തിനാണ് എങ്ങനെ ശൈത്താൻ പറഞ്ഞത്? ശൈത്താൻ പുറം ശത്രുവല്ലേ, ഒരു ചുക്കു ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പറയാൻ ഭയങ്കര സംഭവമല്ലേ ഇത്? നമ്മൾ വിചാരിച്ചൊക്കെ എന്താ? നമ്മൾ ഏറിയ ആളുകളും വിചാരിക്കണം നമ്മളെ പേപ്പിക്കണം ആരാ? ശൈത്താൻ. എന്ത് ശൈത്താൻ? ഒമാക്കാനല്ലീ. സൂറത്ത് ഇബ്രാഹിം എത്രാമത്തെ ആയത്താണ്? ആയത്തെ പറഞ്ഞ എഴുതിച്ചോളി, എഴുതിക്കണോര്. 22 സൂറത്ത് ഇബ്രാഹിം 22. യോ പഠിച്ചോനെ, ഇതാ പറഞ്ഞു. قال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتموني من قبل إن الظالمين لهم عذاب أليم. സൂറത്ത് ഇബ്രാഹിം 22. വഖാല ശൈത്താൻ, പിശാച് പറയും, ലമ്മാ ഖുദിയൽ അംറു, കാര്യങ്ങളെ വിധി കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതായത് മഹ്ശറിത്തെ വിധിയൊക്കെ കഴിഞ്ഞു. സ്വർഗത്തിൻ്റെ പാർട്ടി നരകത്തിൻ്റെ പാർട്ടിയൊക്കെ വേറിരിഞ്ഞു. അപ്പോൾ നരകത്തിൻ്റെ പാർട്ടിക്കാർ ആരെ വളയും? രാജ്യങ്ങളെ ചതിച്ച്. അപ്പോൾ പറയും, ഇന്നല്ലാഹു വഅദക്കും വഅദൽ ഹഖ്, അല്ലാഹ് പറഞ്ഞൊക്കെ നേരെയായിരുന്നു. വഅദ്തുക്കും ഫഅഖ്ലഫ്തുക്കും, ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു, തെറ്റായ കരാറാണ്. പക്ഷേ ഒമാക്കാനല്ലി, എനിക്കുണ്ടായിരുന്നില്ല അലൈക്കും നിങ്ങളുടെ മേൽ മിൻ സുൽത്താനിൻ ഒരധികാരം. നിങ്ങൾ തെറ്റിയത്, നിങ്ങൾ കള്ളുടിച്ച്, നിങ്ങൾ വ്യഭിചരിച്ചു, നിങ്ങൾ സ്റ്റേജമ്മക്കാരി വലിപ്പത്തിന് കുളൂസ് വിട്ട് നടന്നു, നിങ്ങളെ നെഫ്സ് എന്നൊക്കെ നോക്കിയില്ല. എന്നാൽ നിങ്ങൾ ഒമാക്കാനല്ലി, ഇതൊക്കെ ഞാൻ എൻ്റെ ഒക്കെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒമാക്കാനല്ലി എനിക്കുണ്ടായിരുന്നില്ല അലൈക്കും നിങ്ങളുടെ മേൽ മിൻ സുൽത്താനിൻ ഒരധികാരമില്ല. പിന്നെ എന്തിനെ നിങ്ങൾ എന്നെ ആക്ഷേപിക്കണം? ഫലാതലുമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇല്ലാണ്ടാവത്തുക്കും. ഞാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് തിന്മയിലേക്ക്. ഞാൻ ക്ഷണിക്കും, നിങ്ങൾക്കറിയില്ലേ ഞാൻ ശൈത്താൻ തിന്മയിലേക്ക് ക്ഷണിക്കാൻ നടക്കാണ്. എത്ര കിതാബ് നിങ്ങൾ ഓതിയതാ? ഫസ്തജബ്തും ലീ, നിങ്ങൾ തരാന്നാണ്. പക്ഷേ അപ്പോഴും നിങ്ങളെ തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കരുത്തൊന്നും എനിക്ക് ഇല്ല. ഖുർആനല്ലേ അങ്ങ് പറഞ്ഞത്? ഇത് എന്നാണോ പറയാ? മഹ്ശറിലെ എല്ലാ വിധിയും കഴിഞ്ഞു. സ്വർഗത്തിക്കും നരകത്തിക്കും ആളെ തീരുമാനിച്ചപ്പോൾ ഓൻ പറയും എന്ത്? ഓനൻ പറഞ്ഞു, അടാ ഇജാണ് ഞങ്ങൾ ചതിച്ചത്. അപ്പോൾ പറയും എന്ത്? ഞാനല്ല. ഫലാതലുമൂനി, എന്നെ ആക്ഷേപിക്കണ്ട. വലൂമു അൻഫുസക്കും, നീ നിന്റെ നെഫ്സിനെ ആക്ഷേപിച്ചു, എന്നെ ആക്ഷേപിക്കണ്ട. അപ്പോൾ ഒന്നാം കുറ്റവാളി നെഫ്സ്, ഇവിടെയും നെഫ്സ്, ഇവിടെയും നെഫ്സ്. നീ നെഫ്സിനെ നന്നാക്കണം. അപ്പോൾ എവിടെ എത്തും? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ നെഫ്സ്. അപ്പോൾ ആ നെഫ്സ് പഴയ നെഫ്സേ അല്ല. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അപ്പോൾ അത് നെഫ്സ് എവിടെത്തി? ദിക്റുള്ളയിലെത്തി. ദിക്റന്നാവിൻ്റെ ദിക്റല്ല, സദാസമയവും ആരിലാണ്? അള്ളാഹ് എന്ന ബോധത്തിൽ. അതാക്കി തരുന്നത് ഷെയ്ഖാണ്, നബിയാണ്, സ്വഹാബിയാണ്, മുന്നിലുള്ളവരാണ്. മനസ്സിലായി പറഞ്ഞത്? അവർക്ക് എനിക്ക് കരുത്തുണ്ടാകണം, അവരെ രക്ഷപ്പെടുത്തി തരും. ഇന്ന് ബന്ധപ്പെട്ട ഇന്ന് നല്ലത്.
നാളെ ബന്ധപ്പെട്ട് നാളെ വല്ലത്. ഒരാളോട് എപ്പോഴും ബന്ധപ്പെടണം. എന്താ ചെയ്യേണ്ടത്? ഏറ്റവും വലിയ സ്വഹബത്താണ്. സ്വഹബത്ത് മനസ്സിലായില്ല. കിതാബ് ഓത്തുന്നതിനേക്കാളും 1000 കിതാബ് ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു സെക്കൻഡ് നബിയുടെ മുന്നിൽ പോയി കയറുക. അത് സ്വഹബത്താണ്, ഓത്തല്ല. ഓത്തിൽ കിബിർ വരും, സ്വഹബത്തിൽ കിബിർ വരില്ല. സ്വഹബത്തിൽ കിബിറില്ലാത്തൊരു മനുഷ്യനെ പിന്തുടരുമ്പോൾ നമ്മളിൽ അറിയാതെ എന്ത് പോവും? കിബിർ പോവും. അതിന് പിന്തുടരണം. കിബിറില്ലാത്തവനെ പിൻപറ്റാൻ പോരാ, അതിൻ്റെ ആളാകാൻ വേണ്ടി നടന്നത് കാര്യമല്ല. അങ്ങനെയുണ്ട്. ഞാൻ ഇത് പറയുന്നൊക്കെ കാരണങ്ങളുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ കിബിറില്ലാത്ത മനുഷ്യന്മാരെ പിൻപറ്റി കിബിർ കൊണ്ട് നടക്കുന്ന ആളുകൾ ഈ കേരളത്തിൽ ഇപ്പം ഉണ്ട്. ഒരു കിബിറില്ലാത്ത ആൾ പിൻപറ്റിയാണ് ഇപ്പോൾ. അതാണ് കിബിർ. അങ്ങനെ കിബിറായിട്ട് നടക്കുന്ന പേര് പറയുന്നില്ല. ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ തർക്കം നടക്കണ്ട. ഷെയ്ഖിനെ പിൻപറ്റിയാൽ പോരാ, ഷെയ്ഖിനെ കിബിർ അറിയാൻ വേണ്ടി പിൻപറ്റണം. എന്നിട്ട് ആ കിബിർ നിനക്ക് പോക്കിത്തരണം. ഷെയ്ഖു ആകണം. മൂട്ടിലെ മുല പോലെ തന്നെയാണ് കഴുത്തിലെ മുലയും. പക്ഷെ അവിടെ തൂങ്ങിയാൽ പാലിട്ടൂല. കോലത്തിലാണ് മൂട്ടിലെ മുലയും കഴുത്തിലെ മുലയും. ആടിന് കഴുത്തിലെ മുല ഉണ്ടാവും, മൂട്ടിലും മുല ഉണ്ടാവും. സത്യല്ലേ? ഒരുത്തം വന്ന് നോക്കുമ്പോ മൂട്ടിലെ മുലമ ആളുണ്ട്. അപ്പൊ എവിടെ തൂങ്ങി? പറയടാ, എവിടെ തൂങ്ങി? കഴുത്തിലെ മുലയിൽ തൂങ്ങി. അവിടെ ആരുമില്ല. ഹജറുൽ അസ്വദിന്റെ അവിടെ തിരക്കണ്ടപ്പോ റുക്കുൽ യമാന്റെ അവിടെ മുത്തി, അവിടെ ആരുമില്ല. അതിന് കാര്യമില്ല, മുതലെത്തില്ല. മനസ്സിലായില്ല? ഹജറുൽ അസ്വദിനെ അവിടെ തിരക്കണ്ടപ്പോ അപ്പുറത്ത് റുക്കുൽ യമാനുണ്ട്, അവിടെ ആരുമില്ല. അവിടെയും ശേഷം പിന്നെ കിസുവ പൊന്തിച്ചിട്ട് അപ്പോൾ അവനെ എന്ത് ചെയ്തു? അയിമ തൂങ്ങി. ഇപ്പം അങ്ങ് തിരക്കുള്ളടത്ത് കൊണ്ട് ഇത് കിട്ടൂല. റുക്കുൽ യമാനെ ദോഷം പറപ്പിച്ചു തരില്ല. അതിന് ഹജറുൽ അസ്വദിന്റെ അവിടെ തൂങ്ങണം. മൂട്ടിലെ മുലയിൽ തൂങ്ങണ കണ്ടിട്ട് കൈത്തിലെ മുലയിൽ തൂങ്ങണ്ട. കൈത്തിലെ മുലയിൽ ഖിയാമത്ത് നാൾ വരെ തൂങ്ങിയാലും എന്തുണ്ടാവും? എന്ത് കിട്ടൂല? പാൽ കിട്ടൂല. പാലിലോട്ട് തൂങ്ങണം. പാലിലുള്ള ശേഖരം പിടിക്കണം. പാലിൽ വലഭ്യം പറ്റണം. അതേ പണിയുള്ളൂ, മറ്റൊന്നും പണിയല്ല. മറ്റേ വേറെ എടുക്കണം, പണിയൊക്കെ എടുക്കുക. ഇന്നത്തെ സംസ്കാരം ജമാഅത്ത് പറഞ്ഞാൽ കൂടിയ അടുപ്പോയി. മനസ്സിലായില്ല? ഒരൊറ്റ തീവണ്ടി കയറിയ ഒരൊറ്റാക്ക് മാത്രമല്ലേ പണിയുള്ളൂ. വേറൊരു എത്ത പണി? കടല തിന്നാൻ, മറ്റേ തീവണ്ടി കയറിയാൽ അതിന്റെ ലോക്കോ പൈലറ്റിന് എല്ലാവരും പണിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത്? പനിപ്പുരി അറിയുമ്പോ അത് വാങ്ങി തിന്ന. മനസ്സിലായില്ല? ഓരോരുത്തർക്ക് പൂരി മസാല അങ്ങനെ, അപ്പൊ പൂരി മസാല മറ്റങ്ങനെ തിന്നുന്ന പണിയാണ് വേറൊരുത്തർക്ക്. മനസ്സിലായില്ല? പണി ആർക്കേ ഉള്ളൂ. ഇതന്നെ നിസ്കാരം എന്നാണ്. പറ്റി തറാവീനാണ് കയറി. പിന്നെ എനിക്ക് ചുറ്റിട്ട് പോലെ അങ്ങനെ പണിയെടുക്കാണ്. നെഫ്സിനെ ശുദ്ധിയാക്കൽ അങ്ങനെയല്ല. ഓരോ ലഹദിനും എനിക്ക് പണിയുണ്ടാവും. നിസ്കാരത്തിൽ പണി തന്നെയല്ല. ഒറ്റ നിസ്കരിക്കണമെങ്കിൽ പണിയുള്ളൂ. നമ്മൾ 2,000 3,000 മറ്റേ 2,000 മണ്ണ് 3,000 10,000 മണ്ണ് ഇല്ലേ? സത്യല്ലേ? ഇതന്നെ നമ്മൾ പൈക്കണ കയറിയാക്കാൻ അക്ഷണം കൊടുത്തു. പിന്നെ ഇതുകൊണ്ടൊന്നും കാര്യമല്ല. ഇത് നന്നാവൂല. ഇത് ആദ്യം എൻ്റെ തീട്ടപ്പെട്ടി നന്നാക്ക്. എൻ്റെ തീട്ടപ്പെട്ടി നിൻ്റെ നെഫ്സാണ്, അത് നന്നാക്കണം. അപ്പോൾ അള്ളാഹ് വിളിക്കുക തന്നെ. ഇതേ ഹബീസായ നെഫ്സിനെ റബ്ബ് വിളിക്കുകയാണ്. എന്ത്? അപ്പോൾ അവിടേക്ക് ചെത്തണം. ആ ലാസ്റ്റ് ജുസയിൽ ഈ നെഫ്സിനെ റബ്ബ് വിളിക്കണുണ്ട്. യാ അയ്യത്തുഹന്ന, യാ നെഫ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വാക്കാണ്. യാ അയ്യത്തുഹ. അയ്യത്തുഹ ബഹുമാനിക്കലിൻ്റെ പരമാവധി ബഹുമാനിക്കലാണ് അയ്യത്തുഹ. എന്തേ? ഈ ഹബീസായ നെഫ്സ് അവിടേക്ക് എത്തിക്കണപ്പോൾ അള്ളാഹു നെഫ്സിനെ എങ്ങനെ വിളിച്ചു? യാ നെഫ്സ് എന്നുള്ള വിളിച്ചാൽ തന്നെ വലിയതാ. യാ അയ്യത്തുഹൻ നഫ്സ്. അള്ളാഹ് പടച്ച നെഫ്സിനെ അള്ളാഹ് ബഹുമാനിച്ചു വിളിക്കുക. എന്തുകൊണ്ട്? മുത്മഇന്ന. ഈ നെഫ്സിൽ ഇപ്പം ആരേ ഉള്ളൂ? അലാബിദിക്കില്ല. സദാ ദിക്ർ ചിന്തയാണ് ആരിൽ? അള്ളാഹ്. അപ്പൊ അള്ളാഹ് ബഹുമാനിച്ചു വിളിച്ചു. ഇർജി, തിരിച്ചു വരും. ഇല്ല റബ്ബിക്ക് റാളിയത്ത് മർലിയ. റാളിയത്ത് മർലിയത്താണ്. റാളിയത്ത് മർലിയത്ത്. റാളിയത്ത് നെഫ്സ്. റാളിയത്ത് നെഫ്സാൻ. റാളിയത്ത് ആരിൽ? അള്ളാഹുവിൽ. നെഫ്സ് ഒന്നിനും റാളിയത്തായില്ല. ദുനിയാവ് കോടാനെ കോടി കിട്ടി, റാളിയത്തായില്ല. നെഫ്സ് ആരിൽ റാളിയത്തായി? റബ്ബിൽ. പണിയുണ്ട് നെഫ്സിന്. നെഫ്സ് തൊമ്മാണ്. നെഫ്സിന് കിട്ടിയ തെകിയില്ല. والنفس كالطفل تهمله شبع على حب الرضاع وإن تفتمه ينفطم مولاي صل وسلم دائما أبدا
അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വന്നഫ്സു നഫ്സ് കത്തിഫിലി, ഒരു കുട്ടിയെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു, അതിന് നീ സൗകര്യം ചെയ്തു കൊടുത്താൽ ശബ്ബ അലാ ഹുബ്ബി റളാഇ, മുലകുടി ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ യുവാവോ. നഫ്സിൽ കുട്ടിയാ. ഏത് പോലത്തെ കുട്ടി? കുട്ടിക്ക് ഉമ്മാൻ്റെ മുല ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മാക്ക് എന്തായിന്നറിയോ? ഉമ്മാക്ക് പ്രസവം കഴിഞ്ഞപ്പോൾ ബാപ്പ തലാക്കിയില്ല. പിന്നെ ആ മുല കുടിക്കാം ഈ ഒരു കുട്ടിയുള്ളൂ. അപ്പോൾ ഒരു കുട്ടിക്ക് 2 വയസ്സായി, 3 വയസ്സായി, 4 വയസ്സായി. പിന്നെ കെട്ടിച്ചിട്ടില്ല. അപ്പോൾ കുട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ് ആയാലും കുട്ടിക്ക് എന്ത് വേണ്ടി വരും? ഉമ്മ ആകട്ടെ തട്ടിയതുമില്ല. ഇനിയിപ്പോൾ വേറൊരു കുട്ടിയില്ല. അപ്പോൾ പാലുള്ളൊരു സോം കുടിച്ചോട്ടെ. പിന്നെ 5-ാം വയസ്സിൽ കുട്ടീനെ മദ്രസിലാക്കി. അപ്പോൾ കുട്ടി മദ്രസിന് പാഞ്ഞ് തിരിച്ചു വന്നാൽ എവിടുക്ക വരിക? മേലേശപാലേരി മുലകുടി ഇഷ്ടപ്പെട്ട് ശബ്ബ യുവാവും. നീ ഭാര്യയുടെ മുല കിട്ടണവരെ ഉമ്മാന്റെ മലമൊന്നും വിടൂല. മുറിച്ചാലോ എംപത്തിമി മുറിയും. ഒരു ദിവസം വന്നപ്പോൾ ഉമ്മ ഒരറ്റാട്ടിന് കൊടുത്തു. കുറെ കാലാലപ്പോൾ ജിന്റെ ഈമ്പി തിന്നത് നിർത്താനായില്ല. പോത്തിൻ്റെ അത്ര വലിപ്പമല്ലോ. എംപത്തിമി അടിയിട്ടാൻ നിൽക്കും. അപ്പോൾ ചുണ്ടൊന്ന് വേദനയായി. ലേശം ചുണ്ട് തോലിറങ്ങി പൊട്ടി. ചെറിയ കൂടി 2 ചുറ്റി ചോരയും വന്നു. പിന്നെ അവയ്ക്കൂല. ഇതന്നെ നഫ്സ് കള്ളനാ. അടി കണ്ണൂർ തള്ളിയിട്ടാണ്. നഫ്സു കത്തിഫിലി. അതിനെ അടിക്കാൻ പറ്റിയ ആൺകുട്ടികൾ വേണം. ഇജടിക്കൂല. മനസ്സിലായില്ല? ഇജടിക്കൂല. അടിക്കണം. അടിക്കണ്ടോ തെറിക്കണം. നെരിയാണിക്ക് താഴെ വസ്ത്രം കണ്ടപ്പോൾ എൻ്റെ വാപ്പനെ അടിച്ചു. ഇപ്പം നെരിയാണിൻ്റെ താഴത്തേക്ക് എൻ്റെ വസ്ത്രം വരില്ല. ഉറപ്പായി ഞാൻ പറയാം, എൻ്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ വരില്ല. നെരിയാണിക്ക് താഴെ വസ്ത്രം വന്ന കാലവേദനയാണ്. തലവേദന എടുക്കും. എന്തുകൊണ്ട്? ആ അടിപ്പുളോടുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. എൻ്റെ ബാപ്പനെ അടിച്ചതാ. എന്തിന് പറയാൻ മോനെ? എന്തിന്? നെരിയാണിക്ക് താഴെ വസ്ത്രം കണ്ടപ്പോൾ എൻ്റെ ബാപ്പനെ അടിച്ചതാണ്. ആ അടിയാണ് കിട്ടിയപ്പോൾ അതവിടെ നിന്നു. പിന്നെ നമ്മൾ SSLC മറ്റൊക്കെ കഴിഞ്ഞിട്ട് നെരിയാണിക്ക് ആ വസ്ത്രം വന്നിട്ടില്ല. ഇപ്പൊ 10-50 വയസ്സായി. ഇപ്പൊ നീ കഴിഞ്ഞു ചെയ്തല്ലോ. എന്നെങ്കിലും നെരിയാണിക്ക് താഴെ ഒരു വസ്ത്രം എനിക്കൊരാൾ കൊണ്ടുവന്നു. ആ വസ്ത്രം നെരിയാണിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ എത്തൂല. അങ്ങനെയാണ്. ഒറ്റ വട്ടിട്ടുള്ളൂ, പിന്നെ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ പിന്നെ അത് എൻ്റെ മകന് കൊടുത്തു. എന്നെക്കാൾ നീളുണ്ട്. പോന് കൊടുത്തു. പോന് നെരിയാണിക്ക് എത്തൂല. എനിക്കെന്താ പ്രശ്നം? എനിക്ക് നെരിയാണിക്ക് താഴെ വസ്ത്രം വന്നാൽ തലക്ക് വേദന ആകും. എന്തുകൊണ്ട്? മുറിച്ചാൽ മുറിയും. അടിയോടെ കിട്ടി. ഇനി ശരിയാവും. ഇനി പറ്റൂല. കിട്ടേണ്ടത് മകൻ കിട്ടി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ ബാപ്പാൻ്റെ എത്ര വയസ്സുള്ള ഒരു കറുത്ത ആളുടെ ഞങ്ങളുടെ നാട്ടിൽ. ബാപ്പ അയാളെ കറുത്തേ വിളിക്കും. അയാൾ വീട്ടിൽ പണിക്കുന്നപ്പോൾ ഞാനും കറുത്തേന്ന് വിളിച്ചുപോയി. അന്ന് പെരുന്തല്ലിട്ടി. ഇനി ഒരു വയസ്സായ മനുഷ്യനെയും അങ്ങനെ വിളിക്കൂല. എന്തുകൊണ്ട്? അത് കിട്ടണം. കിട്ടി. ആ മുറബി ചിലപ്പോൾ വാപ്പയാവും, ചിലപ്പോൾ അമ്മയാവും, ചിലപ്പോൾ നിൻ്റെ ഉസ്താദാവും, അവസാനം നിൻ്റെ ഷെയ്ഖാവും. നിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ആളില്ല. ആ ഷെയ്ഖനെ നന്നാക്കി തരും. ഷെയ്ഖിൻ്റെ ഒപ്പം കൂടിയിട്ട് കാര്യമില്ല, നന്നാക്കി തരണം. ആ പണി ഷെയ്ഖ് എടുക്കണം. അതിന് നീ നിൻ്റെ തടി ഷെയ്ഖിലേക്ക് ചേർന്നുകൊണ്ടെന്നായില്ല. നിൻ്റെ മുന്നിൽ ഒരാൾ വേണം. ആ ആൾ യോഗ്യനുമായിരിക്കണം. ആ ആൾ നിന്നെ നന്നാക്കി തരണം. അപ്പം ചെന്നാവും.